കഴിഞ്ഞ ജനുവരി 15-ന് മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് മകൾക്ക് അതിനുവേണ്ടി നേർന്ന ഒരു നേർച്ചയായിരുന്നു ലൂർദ് മാതാവ് പള്ളിയിൽ സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചത്. എന്നാൽ ഈ കിരീടത്തെ ചൊല്ലി കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ വരികയാണ്. വിവാദമായതിനു പിന്നാലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പള്ളി വികാരിയടങ്ങുന്ന 5-അംഗ കമ്മിറ്റിയാണ് കിരീടം പരിശോധിക്കുകയും പിന്നീട് ഇടവക പ്രതിനിധി യോഗത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ വലിയ പ്രശ്നമായതോടുകൂടി ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയത്. തന്നേക്കാൾ അധികം നൽകുന്ന വിശ്വാസികളൊക്കെ ഉണ്ടാകാം. കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരമാണ്. മാതാവ് അത് സ്വീകരിക്കുമെന്നും വിശ്വാസികൾക്ക് അതിൽ പ്രശ്നമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സ്വർണത്തിന്റെ കണക്കെടുക്കുന്നവർ സഹകരണ ബാങ്കുകളിലേക്ക് പോകണം. അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്ക് എടുക്കണമെന്നും സുരേഷ് ഗോപി പറയുകയാണ്. മാത്രമല്ല, അത്ര നിർബന്ധമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ താൻ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയായി നൽകുമെന്നും ഇപ്പോൾ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു കിരീടമെന്നും അത് ഓഡിറ്റ് നടത്താൻ മറ്റ് പാർട്ടികൾക്ക് എന്ത് അധികാരമുള്ളെന്നും താരം കേൾക്കുന്നു. 10 ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നും കൂടാതെ അതിലൊരു വൈരക്കല്ലും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഒരുപാട് പേരാണ് സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നത്. എന്നാൽ അതിനൊക്കെ താരം തന്നെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു.